ഹായ്, വെൽക്കം ടു അടുക്കള മാജിക് റെസിപ്പീസ്. ഇന്ന് നമ്മൾ ഒരു തലശ്ശേരി സ്പെഷ്യൽ റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്, ഇറച്ചി ചോറ്. ഇത് നമുക്ക് ബിരിയാണിയുടെ ഏകദേശം ടേസ്റ്റ് ആണെങ്കിൽ പോലും ബിരിയാണി ഉണ്ടാക്കുന്ന അത്രയൊന്നും പണിയില്ല. മാത്രമല്ല, ഈ ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. നിങ്ങളിതുവരെ അടുക്കള മാജിക് റെസിപ്പീസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ വീഡിയോസ് എല്ലാം ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുകൂടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ സൗകര്യമായിരിക്കും. ഇനി നമുക്ക് റെസിപ്പി ഉണ്ടാക്കാൻ തുടങ്ങാം. 3/4 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കുക്കറിൽ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഞാനിതൊരു 4 വിസിൽ വരുന്നത് വരെയാണ് വേവിച്ചെടുക്കുന്നത്. നിങ്ങളുടെ ബീഫിൻ്റെ വേവിനനുസരിച്ചിട്ട് എത്ര വിസിൽ വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഇതിലേക്ക് 1/4 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ ബിരിയാണി മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം ഗരം മസാല എടുത്താലും കുഴപ്പമില്ല. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1.5 ഇഞ്ച് നീളത്തിലുള്ള ഒരു ഇഞ്ചിയും 25-30ഓളം വെളുത്തുള്ളിയും 4 പച്ചമുളക് കൂടെ ചതച്ചതാണിത്. ഇതുകൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 തക്കാളി ചെറുതായി മുറിച്ചത് കൂടെ ഇട്ട് കൊടുക്കുക. 3 സവാള നീളത്തിൽ മുറിച്ചത് കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു മീഡിയം സൈസിൽ നാരങ്ങയുടെ നീര് കൂടെ ഒഴിച്ചു കൊടുക്കണം. ഇനി എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്ക് ഉപ്പെല്ലാം പാകത്തിനാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് കുക്കർ അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. നമ്മൾ ബീഫ് വേവിക്കാനായിട്ട് ഒട്ടും തന്നെ വെള്ളം ചേർക്കുന്നില്ല. ഈ ബീഫിൽ നിന്നും സവാളയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വന്നു. അതുകൊണ്ട് കുക്കർ വെക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെക്കണം. പിന്നീട് ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ട് ഫ്ലെയിം കൂട്ടി കൊടുക്കാം. ഞാനിതൊരു 4 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുത്തിട്ടുണ്ട്. വിസിലെല്ലാം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആവി പോകുന്നത് വരെ കുക്കർ മാറ്റി വെക്കാം. ഒരു പാനിലേക്ക് 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി വന്നാൽ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ടയും 4 ഏലക്കായും 5 ഗ്രാമ്പു കൂടെ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഒരു സവാള നീളത്തിൽ കനം കുറച്ച് മുറിച്ചത് കൂടെ ഇട്ട് കൊടുക്കുക. ഇത് നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. സവാള നല്ല ബ്രൗൺ കളറായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ ബീഫ് വേവിച്ച് വെച്ചതിൻ്റെ ബീഫും മസാലയും മാത്രം ഇട്ട് കൊടുക്കുക. അതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട. ചോറ് വേവിക്കുമ്പോൾ ഒഴിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മളിവിടെ 4 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് 8 കപ്പ് വെള്ളം ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഈ എടുത്തു വെച്ച വെള്ളം അളന്ന് ഒഴിച്ചു കൊടുക്കണം. നിങ്ങൾ ഏത് പാത്രം കൊണ്ടാണോ അരി അളക്കുന്നത് ആ സെയിം പാത്രം കൊണ്ട് തന്നെ വെള്ളം അളന്നാൽ മതി. നിങ്ങൾ എടുക്കുന്ന അരിയുടെ ഇരട്ടി വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. അത് ഏകദേശം കറക്റ്റ് ആയിരിക്കും അരി വേവിക്കുമ്പോൾ. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പുതിന ഇല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പ് മല്ലിച്ചപ്പും കൂടെ ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് ഞാനിവിടെ ബസ്മതി അരി വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ചിലരിത് സാധാരണ ബിരിയാണി അരി, ജീരകശാല അരിയൊക്കെ വെച്ചിട്ട് ചെയ്യും. ചിലർ സാധാ നമ്മളെ ചോറ് വെക്കുന്ന അരി വെച്ചിട്ടും ഈ റെസിപ്പി ചെയ്യാറുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് സൗകര്യത്തിനനുസരിച്ചിട്ട് ചെയ്യാം. ഈ ഒരു പാത്രത്തിൽ 4 കപ്പ് വെള്ളം കൊള്ളും. ഇതിലൊരു 3 കപ്പ് നമ്മൾ ബീഫ് വേവിച്ച സമയത്ത് നമുക്ക് കിട്ടിയ വെള്ളമായിരുന്നു. അതിൽ ബാക്കി സാധാരണ പച്ചവെള്ളം കൂടെ ചേർത്ത് ഞാൻ ഫുള്ളാക്കി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലൊരു 4 കപ്പ് വെള്ളം കൂടെ വീണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ബിരിയാണി, നെയ്ച്ചോറ് പോലത്തെ റെസിപ്പി എല്ലാം ചെയ്യുന്ന സമയത്ത് വെള്ളത്തിൻ്റെ അളവ് അറിയൂല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി. നമ്മൾ എത്രയാണോ അരി എടുക്കുന്നതിന്
അതിൻ്റെ ഇരട്ടി വെള്ളം എടുത്താൽ ഏകദേശം കറക്റ്റ് ആയിരിക്കും അത്. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. വെള്ളം തിളച്ചതിന് ശേഷം മാത്രം അരി ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ബസുമതി അരിയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാനിത് അരമണിക്കൂർ പുതിർത്തി വെച്ചിരുന്നു. നമ്മൾ ഈ ബസുമതി അരി പുതിർത്തി വെക്കുന്ന സമയത്ത് കഴുകിയതിന് ശേഷം മാത്രം പുതിർത്തി വെക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ പുതിർത്തിയ അരി കഴുകുമ്പോൾ അത് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അരി പൊടിഞ്ഞു കഴിഞ്ഞാൽ കാണാൻ അത്ര ഭംഗി ഉണ്ടാവില്ല. ഇനി ഇത് തിളച്ച വെള്ളത്തിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. നിങ്ങൾ സാധാരണ ബിരിയാണി അരിയാണ് എടുക്കുന്നതെങ്കിൽ ഇതുപോലെ പുതിർത്തി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് കഴുകിയിട്ട് സാധാരണ പോലെ അരിക്കാൻ വെള്ളം ഊറാൻ വെച്ചാൽ മതി. വെള്ളത്തിൽ ഉപ്പെല്ലാം കറക്റ്റ് ആണോ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. ഉപ്പ് ചെറുതായിട്ടൊന്ന് മുന്തി നിൽക്കണം, എന്നാലേ അതിൽ അരിയിലെല്ലാം പിടിച്ചു കഴിഞ്ഞാൽ ഉപ്പ് കറക്റ്റ് ആവുള്ളൂ. വെള്ളം ചെറുതായിട്ടൊന്ന് വറ്റി വന്നു കഴിഞ്ഞാൽ ഇത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അധികം ഇളക്കി കഴിഞ്ഞാൽ അരിയെല്ലാം പൊട്ടിപ്പോവും. പിന്നെ നമ്മളിത് ഏറ്റവും ലോ ഫ്ലെയിമിലേ ഇടാൻ പാടുള്ളൂ. ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ചു വെച്ചിട്ട് തന്നെ കുറച്ച് സമയം കൂടെ ഈ വെള്ളം വറ്റിച്ചെടുക്കണം. അപ്പോൾ കറക്റ്റ് വേവായി കിട്ടുകയോ ചെയ്യും. നമ്മുടെ കണ്ണൂർ സ്പെഷ്യൽ ഇറച്ചിച്ചോറ് ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ കൂടുതൽ വീഡിയോസ് എല്ലാം കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോസ് എല്ലാം ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരും. താങ്ക് യു. നമുക്കിനി മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ബൈ.